ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ എല്ലാ തോൽവികൾക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത് റിട്ടുകളെ പറ്റിയാണ്. റിട്ടുകൾ നമുക്ക് കേട്ട് പരിചിതമാണ്, എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് റിട്ടുകൾ. സുപ്രീം കോടതി നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റിട്ടുകൾ. എന്താണ് റിട്ടുകൾ? സുപ്രീം കോടതി നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മളുടെ രാജ്യത്ത് മെയിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. റിട്ട് എന്ന സംഭവം നമ്മൾ ഇന്ത്യ രാജ്യം കടമെടുത്തതാണ്, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. പുറത്തു നോക്കുക, റിട്ട് എന്നതൊരു ലാറ്റിൻ പദമാണ്. ഓക്കെ, അപ്പോൾ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം നമ്മൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. റിട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം. ആദ്യം ഹൈക്കോടതി, സുപ്രീം കോടതി ഇപ്പൊ റിട്ട് എന്ന് വെച്ചാൽ പണിയാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബട്ട്ലർക്ക് കൊടുക്കുന്ന പണിയാണ് റിട്ട് എന്ന് പറയാം. ഇപ്പോ ഉദാഹരണത്തിന് നമുക്ക് സുപ്രീം കോടതി ഒരു പണി പണിയുകയാണെങ്കിൽ അതൊരു സാധാരണക്കാരൊരു പണി പണിയാണെങ്കിൽ അത് റിട്ടിന്റെ പണിയായിരിക്കും. അപ്പോൾ സുപ്രീം കോടതിയാണ് ഒരു പണി പണിയുന്നെങ്കിൽ അതെന്തായിരിക്കും? 8ന്റെ അല്ല 16 അല്ല 32ന്റെ പണിയായിരിക്കും. സോ സുപ്രീം കോടതി ഇടുന്ന റിട്ട് എന്ന് പറയുന്നത് ഒരു 32ന്റെ പണിയായിരിക്കും. സോ ആർട്ടിക്കിൾ 32ന്റെ സഹായത്തോടുകൂടിയാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഓർത്തു വെക്കുക, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഓർമ്മയിൽ വെക്കുക, ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി പണിയുന്ന പണി 8ന്റെ പണിയല്ല, 16ന്റെ പണിയല്ല, മറിച്ച് 32ന്റെ പണിയായിരിക്കും. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിളിന്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ഓർത്തു നോക്കുക, 226 പ്രകാരം ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. നമുക്ക് റിട്ടിലേക്ക് കടക്കാം. റിട്ട് എന്ന് പറഞ്ഞത് മൗലിക അവകാശങ്ങൾ, മനുഷ്യന്റെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായും റിട്ടുകൾ 5 ടൈപ്പ് റിട്ടുകളാണ്, 5 തരം റിട്ടുകൾ. ആദ്യത്തേതാണ്, നമുക്ക് ആദ്യം 5 പറയാം, എന്നിട്ട് ഓരോന്നായിട്ട് പറയാം. ഓർത്തു വെക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. നമ്മൾ കേട്ടിരിക്കുന്നു, അറിയാവുന്നതാണ്, എല്ലാവർക്കും പരിചിതമായ, അകപ്പാട് ഓർമ്മയിലുണ്ടാകുന്നെങ്കിൽ ഇത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഹേബിയസ് കോർപ്പസ് റിട്ടാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആളെ ശരീരം ഹാജരാക്കുക എന്നുള്ളത്. ഒരാൾ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ, അയാളെ കാണാനില്ല എന്നുണ്ടെങ്കിൽ അയാളെ കണ്ടു പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്, ശരീരം ഹാജരാക്കുക എന്ന് പറയുന്നത്. മാൻ മിസ്സിംഗ് ആണ്. നമ്മുടെ അടുത്തിടെ ഇപ്പൊ നമുക്ക് കേട്ട് കാണാൻ ഇവിടെയൊക്കെ 1-2 പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉള്ളതാണെന്ന് അറിയില്ല, ഓരോ സംഭവം ഉള്ളതാണ്. ചെറുക്കനും പ്രണയത്തിലായിട്ട് നല്ല സ്ട്രോങ് പ്രണയമായിരുന്നു. ചെറുക്കൻ അത്യാവശ്യം രണ്ടുപേര് ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ടീമാണ്. പെണ്ണിനെ കടത്തി എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച്, എങ്ങും വിടുന്നില്ല, ഒരു ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല, വിളിക്കാനും പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെറുക്കൻ കൊണ്ട് നേരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് പെണ്ണിനെ സുപ്രീം കോടതി കൊണ്ടുവന്നു. എല്ലാവരും ഓക്കെ, സമ്മതിച്ച് കല്യാണം കഴിഞ്ഞു. സംഭവം ഓക്കെയാണ്. അതാണ് ഹേബിയസ് കോർപ്പസ്. ഓർത്ത് വെക്കാൻ, ആളെ കണ്ടില്ലെങ്കിൽ ആളെ ഹാജരാക്കുക. നിങ്ങൾക്ക് ഈ പണി ചെയ്യാവുന്നതാണ്. പെണ്ണിനെ കാമുകിനെ വീട്ടുകാർ കൊണ്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുക, കോടതി കൊണ്ടുപോവുക. കോടതി ചെല്ലുന്നു, പെണ്ണിനെ കൊണ്ടുവരുന്നു, പെണ്ണ് അവിടെ ചെന്ന് കൈമലത്തുന്നു, എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറയുന്നു. ബാക്കി ശുഭം, അറിയാലോ, പിന്നെ നീ ആയിരിക്കും അകത്ത്, നിങ്ങളായിരിക്കും അകത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. വെറുതെ അതിന്റെ വള്ളി പിടിക്കാൻ പോകണ്ട. ഓക്കെ, രണ്ടാമത്തെ റിട്ടാണ് മാൻഡമാസ് റിട്ട്. ഓക്കെ, ഇതാണ് മാൻഡമാസ്. പേര് കേട്ടവർ തന്നെ മാൻഡമാസ്, ഒരു മാസ് ആയിട്ടുള്ള വ്യക്തിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് മാൻഡമാസ് റിട്ട്. അതായത് നാം കൽപ്പിക്കുന്നു, ഒരു സ്ഥാപനമോ ഒരു കാര്യങ്ങളോ അതിന്റെ ഉത്തരവാദിത്തത്തോടുകൂടി ആ വർക്കുകൾ ചെയ്യാൻ, ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിഷ്കർഷിക്കുന്ന ഈ ആ വർക്കുകൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന റിട്ടാണ് മാൻഡമാസ് റിട്ട്. അതായത് കൽപ്പിക്കണമെങ്കിൽ അധികാരം, മാസ് ആവശ്യമാണ്. സോ മാൻഡമാസ് റിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പിക്കുന്ന, ഏതെങ്കിലും സ്ഥാപനങ്ങളോടോ അതോ ഇന്ന ജോലികൾ ചെയ്യാൻ കൽപ്പിക്കുന്ന റിട്ടാണ് മാൻഡമാസ് റിട്ട്. ഓക്കെ, രണ്ടാമത്തെ റിട്ടായ മാൻഡമാസ് എന്ന് പറയുന്നത് കൽപ്പിക്കുന്നു എന്ന് പറയുന്ന റിട്ടാണ്. നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് മാൻഡമാസ്. മാസ് ഉള്ള ആളാണ് കൽപ്പിക്കുന്നത്. മൂന്നാമത്തെ റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾക്കിടയിൽ അകത്ത് തന്നെ നടക്കുന്ന ഒരു റിട്ടാണ്. ജുഡീഷ്യൽ ആയിട്ടുള്ള സംബന്ധപ്പെട്ട അത് തമ്മിൽ തന്നെ അതിനകത്ത് തന്നെ നടക്കുന്നതാണ്. അതായത് ഒരു മേൽക്കോടതി കീഴ്ക്കോടതി ഒരു അധികാരം, അതിന്റെ അധികാര ലംഘനം നടത്തി കഴിഞ്ഞാൽ മേൽക്കോടതി വടിയെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അതിന്റെ അധികാരം അവിടെ ഇവിടെയൊക്കെയാണ്, അതിൽ തൊടണ്ട, അങ്ങോട്ട് പോകണ്ട. അല്ലെങ്കിൽ മേൽക്കോടതിയിൽ ഒരു കേസ് നടക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി എന്തെങ്കിലും അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കീഴ്ക്കോടതിയിൽ നടക്കുകയാണെങ്കിൽ മേൽക്കോടതി പറയും, അനിയ നില്ല്, ഇവിടെ പരിപാടി നടപ്പുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നും പറഞ്ഞ് കീഴ്ക്കോടതി കൊടുക്കുന്ന ഒരു താക്കീതാണ്. കൂടുതലും ജുഡീഷ്യൽ സ്ഥാപനങ്ങളായിട്ട് ഉണ്ടെങ്കിൽ കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ മറ്റ് ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കോ ആണ് ഇത് ബാധകമായിട്ടുള്ളത്. പ്രൊഹിബിഷൻ റിട്ട് ഓർത്ത് നോക്കുക, മേൽക്കോടതി അതിന്റെ കീഴ്ക്കോടതിക്കോ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കോ കാര്യങ്ങൾ അതിന്റെ പ്രവർത്തനം
അതിര് വിടുകയാണെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. അതാണ് മൂന്നാമത്തെ റിട്ട്, പ്രൊഹിബിഷൻ. അടുത്തത് നാലാമത്തെ റിട്ടാണ്, അതാണ് സെർഷ്യോററി റിട്ടുകൾ. സെർഷ്യോറി റിട്ടുകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. സെർഷ്യോററി പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട. സെർഷ്യോററി റിട്ട് കേൾക്കുമ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളായി പരിപാടി, നല്ല ആൾക്ക് ജനശ്രദ്ധ ആകർഷിച്ച ഭയങ്കരമായ ഒരു കേസാണ്. എന്നാൽ ഇവിടെ പരിപാടികളൊന്നും നടക്കുന്നില്ല, ഒന്നും നീക്കുപോക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോ സെർഷ്യോററി മെയിൻ ഹൈക്കോടതിയിലാണ് നടക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യും, നമ്മുടെ സുരേഷ് ഗോപി ആകും അങ്ങോട്ട് പോയിട്ട് പുള്ളി പറയുകയാണ്, എടാ സെർഷ്യോററി മക്കളെ കുറെ നാളായാലും ഇതും വെച്ചിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്, അതിന്റെ കേസും ഫയലും പണ്ടോ എടുത്ത് മേലിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്ന റിട്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഈ സെർഷ്യോററി റിട്ട്. അതായത് കീഴ്ക്കോടതിയിൽ ഇട്ടൊരു കേസ് തട്ടിക്കളിച്ചൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് സാധനങ്ങളും എല്ലാം എടുത്ത് ഇതെല്ലാം കൂടെ മേളിലേക്ക് എന്റെ കയ്യിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്ന റിട്ട്. കീഴ്ക്കോടതിയിലെ ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. സുരേഷ് ഗോപി ഓർക്കുക, സെർഷ്യോററി മക്കളെ കുറെ നാളായാലും ഇതും വെച്ചിട്ട് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കൊണ്ടുപോവാ, സെർഷ്യോററി കൊണ്ടുപോവാ എന്ന് പറയുന്ന റിട്ടാണ് സെർഷ്യോററി റിട്ട്. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് റിട്ട്, കോ വാറന്റോ. പേര് കേൾക്കുന്ന പോലെ സംഭവം എളുപ്പമാണ് പഠിക്കാൻ. കോ വാറന്റോ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് കോ വാറന്റോ റിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലെ പരിപാടി കാണിക്കുമ്പോൾ അവർക്കെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ഓക്കെ, കോടതി ഒരുത്തൻ കോയിലെ പരിപാടി കാണിച്ചാൽ അവനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. അതായത് അർഹതയില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കുകയും സ്ഥാനം വഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവനെതിരെ കോടതി കൊടുക്കുന്ന റിട്ടാണ്. അതായത് കോപ്പിലെ പരിപാടി കാണിച്ചാൽ കോടതി അവനിട്ട് കൊടുക്കുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. ഒരാൾ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ സ്ഥാനത്ത് നിന്ന് ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിട്ട് കോടതിയെ ഈ ആ കാര്യം നമ്മൾ കോടതി ധരിപ്പിക്കുകയാണെങ്കിൽ കോടതി അദ്ദേഹത്തെ അതൊന്നും നീക്കം ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. ഓക്കെ, റിട്ടുകൾ 5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വ്യക്തമായല്ലോ. റിട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്നതാണ്. 5 എണ്ണം ഉണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമാസ്, മാസ് ആയിട്ടുള്ളതാണ് കൽപ്പിക്കുന്നു. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമാസ് മാസ് ഉള്ള ആളാണ്, ശരീരം നാം കൽപ്പിക്കുന്നു. ഒന്നാമത്തെ പ്രൊഹിബിഷൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് കോടതിക്കകത്ത് തന്നെയുള്ള ആൾക്കാർ, കോടതിക്കകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. മേൽക്കോടതി, കീഴ്ക്കോടതി, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ, അവരകത്ത് നടക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. അടുത്തതാണ് സെർഷ്യോററി റിട്ട്. നമുക്ക് ഇപ്പൊ പറഞ്ഞു, കീഴ്ക്കോടതിയിൽ ഇട്ടൊരു കേസ് തട്ടിക്കളിക്കുകയാണെങ്കിൽ കുറെ നാളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ സെർഷ്യോററി മക്കളെ കയറ്റിവിടറ കേസ് എന്ന് പറഞ്ഞ് മേൽക്കോടതി, കീഴ്ക്കോടതിയിൽ നിന്നൊരു കേസ് മേളിലേക്ക് എടുക്കുന്ന റിട്ടാണ് സെർഷ്യോററി. ലാസ്റ്റത്തത് കോ വാറന്റോ, കോടതി പുറപ്പെടുവിക്കുന്നു കോപ്പിലെ പരിപാടി കാണിച്ച കോ വാറന്റോ. ഓക്കെ, റിട്ടുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ ഒന്നുണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം. വേറെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോഡുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ പറയുന്നത്. ഇപ്പൊ എക്സാം ഹാളിൽ ഇപ്പൊ ഉദാഹരണം എക്സിമ ഏത് രോഗത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം? എക്സിമയുണ്ട്, എൻഫീസിമയുണ്ട്, അങ്ങനെ പലതുണ്ട്. എക്സിമ ഓർത്തു വെക്കാൻ എളുപ്പ വഴിയുണ്ട്. എക്സാം ഹാളിൽ വെച്ച് എക്സിമ എന്ന ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്, എക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതാണ് നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെയാണ്, നമ്മുടെ എക്സ് ലവറെയാണ്. എക്സ് ലവർ എന്ന് പറയുമ്പോൾ നമ്മളെ തേച്ചിട്ട് പോയതായിരിക്കും. തേച്ചിട്ട് പോകാൻ കാരണം കൊടുക്കത്തെ തൊലിക്കട്ടിയാണ്. സോ എക്സിമ, എക്സ് ലവർ, തൊലിക്കട്ടി, ത്വക്കിനെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ. ഓക്കെ, എക്സിമ ത്വക്കിനെ ബാധിക്കുന്നു.